കാസർഗോഡ് ഈ തന്റെ ഹൃദയത്തിലുള്ള ഇഷ്ടതാരത്തെ വീടിന്റെ ചുവരിലേക്ക് പതിപ്പിച്ചിരിക്കുകയാണ് ഒരു ഫുട്ബോൾ ആരാധകൻ. നമുക്ക് ആ ആരാധകന്റെ കൂടെ യാത്ര ചെയ്താലോ? ചെയ്യാം. കാൽപന്ത് കളിയുടെ ആവേശത്തിലേക്ക് ലോകം മാറുമ്പോൾ ടീമുകളുടെ ഫ്ലെക്സും പ്രിയ താരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകളും ഒക്കെ എങ്ങും നിറയും. കളിയാവേശത്തിൽ ഇഷ്ടതാരത്തെ വീട്ടുചുവരിൽ പതിപ്പിച്ച ഒരാളെ നമുക്ക് പരിചയപ്പെടാം. കാസർഗോഡ് പിലിക്കോട് മാങ്കടത്ത് കൊവ്വലിലെത്തിയ ഇനി കാൽപന്തിന് ചുറ്റും ലോകം ഇങ്ങനെ കറങ്ങാൻ പോവുകയാണ്. ആവേശം വാനോളമാവുന്ന ദിവസങ്ങൾ. അങ്ങനെ ഒരു കാഴ്ച ദേ ഇവിടെ ഇപ്പൊ നമ്മളെ കണ്ട കാഴ്ചയുടെ വിശേഷങ്ങൾ അറിയാം. ഇതാ കണ്ടോ, അതിമനോഹരമായ മെസ്സിയുടെ ഒരു ചിത്രം. കണ്ടില്ലേ, അടിപൊളി ഒരു മെസ്സിയുടെ ചിത്രമാണ് ഈ വീടിൻ്റെ ചുവരിൽ ഇങ്ങനെ പതിച്ചു വെച്ചിരിക്കുന്നത്. സ്വന്തം ഹൃദയത്തിലുള്ള ചിത്രം വീടിൻ്റെ ചുവരിൽ പതിച്ചു വെച്ച് അത് നാട്ടുകാർക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. കാസർഗോഡ് പിലിക്കോട് സ്വദേശിയായ അബ്ദുള്ളയാണ് വീടിൻ്റെ ചുവരിൽ ഇങ്ങനെ മെസ്സിയോടുള്ള ആരാധന കൊണ്ട്, അർജന്റീന ടീമിനോടുള്ള ഒരു ആരാധന കൊണ്ട് മനോഹരമായ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വലിയൊരു ചിത്രം വരയ്ക്കാൻ കാരണം? ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോളുടെ ആരാധന കൊണ്ട് വരച്ചതാണ്. പിന്നെ മെസ്സി ഒരുപാട് ഇഷ്ടമാണ്. വരച്ചത് എൻ്റെ സുഹൃത്തുമാണ് മിഥുൻ രാജ്. അവൻ സ്ഥലത്തില്ല, അവൻ ഗൾഫിലാണ്. സ്വന്തം ഹൃദയത്തിലുള്ള ചിത്രമാണല്ലോ ഇവിടെ പതിച്ചു വെച്ചേക്കുന്നത്. അതെ, മെസ്സി ഹൃദയത്തിലാണ് 100%. അർജന്റീന ടീമിനെ പണ്ടേ ഇഷ്ടമാണോ? പണ്ടേ ഇഷ്ടമാണ്. നീലമയാണ് ജീവിതം തന്നെ അല്ലേ? ഷുവറാ. ഞാനും ഒരു അർജന്റീന ആരാധകനാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ്, പലതരം കളിയാക്കലുകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കടന്നു വന്ന് അതിജീവിച്ച് കഴിഞ്ഞ തവണ അർജന്റീന കപ്പുയർത്തിയ നിമിഷം, മെസ്സി കപ്പുയർത്തിയ നിമിഷം ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ എല്ലാവരോടും കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞിനി, എൻ്റെ ചുമരിൽ മെസ്സിയുടെ ഫോട്ടോ മാറ്റുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും കപ്പടിക്കും. മെസ്സിക്കൊപ്പം കുറേ യുവതാരങ്ങൾ, ആദ്യമായി വേൾഡ് കപ്പിൽ കളിക്കുന്ന കുറേ യുവതാരങ്ങൾ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ രാജാവിനൊപ്പം കുറേ രാജകുമാരന്മാർ കൂടി വരുമ്പോൾ ഇത്തവണയും ഒരു ചരിത്രം സൃഷ്ടിക്കും അർജന്റീന. ഉറപ്പാ, കപ്പ് തൂക്കും. തൂക്കും 100%. ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ തവണ. അതിനാണ് ഒരു വിരാമമായി മെസ്സി കപ്പുയർത്തിയത്. മെസ്സിക്ക് ലോകകപ്പാണ് ഇല്ലാതിരുന്നത്. അപ്പോൾ ആ കപ്പുയർത്തിയ ആ ദിവസം, ആ രാത്രി, ആ കളി ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഇപ്പം അതൊന്ന് ഓർമ്മിച്ചെടുക്കുന്നത്? ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ ആ വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ കപ്പില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്? ഞാനൊക്കെ കുറേ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. ചില സുഹൃത്തുക്കളെല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാത്തൊരു സംഭവമാണ്. പക്ഷെ കപ്പടിക്കുന്ന കണ്ടു. പക്ഷെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു കപ്പടിക്കും എന്ന്. ടൈ ബ്രേക്കറൊക്കെ വന്ന സമയത്ത് ഹൃദയം പട്ടപട്ടാന്നിങ്ങനെ അടിച്ചിരുന്നോ? 100% പഠിച്ചിരുന്നു. പക്ഷെ ആ പിടപ്പൊക്കെ മാറി അവസാനം മാറി. അപ്പം നമുക്ക് ഏതായാലും കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നപ്പോൾ കപ്പ് കിട്ടി. അപ്പോൾ മെസ്സി ഇപ്രാവശ്യം അർജന്റീന കപ്പടിക്കും. അപ്പോൾ ഏതായാലും അർജന്റീനയോടും മെസ്സിയോടുമുള്ള കടുത്ത ആരാധന, അതുകൊണ്ടാണ് അബ്ദു സ്വന്തം വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ചിത്രം വരച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇതേപോലെയുള്ള ഒരു ചിത്രം വരച്ചു വെച്ചിരുന്നു. അന്ന് കാത്തിരുന്നതാണ്, അന്ന് കപ്പടിച്ചു. ഇത്തവണയും ചിത്രം മനോഹരമാക്കി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും മെസ്സിയും പിള്ളേരും കപ്പ് തൂക്കുമെന്നാണ് അബ്ദു പറയുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.